So today we're going to discuss control techniques. Control techniques in the part 2 ആണത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ control techniques രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. അതിൽ ട്രഡീഷണൽ ടെക്നിക്കിന്റെ ഇടയിൽ വരുന്ന ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ടെക്നിക്കിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി മറ്റ് കൺട്രോൾ ടെക്നിക്സ്, അതർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. So control techniques തന്നെ we said that there are two different types of control techniques. എന്തൊക്കെയാണ്? ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക്കിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ബഡ്ജറ്ററി കൺട്രോൾ ആണ്. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കൺട്രോൾ ടെക്നിക് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ആണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് കോസ്റ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ എനി ബിസിനസ്, അല്ലെ? ഏത് ബിസിനസ്സിലും കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ആ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക, ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ആ കോസ്റ്റ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ കോസ്റ്റ് കൺട്രോൾ ഈ കൺട്രോളിനെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് ടെക്നീക്സ് ഉണ്ട്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ചില ടെക്നീക്സ്, അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. So first one is cost analysis. Okay, cost analysis was designed to assess the cost compared to the benefit in the project proposal. A cost benefit analysis is a process used to measure the benefit of a decision or taking action minus the cost associated with taking that action. അപ്പോൾ കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനത്തിൻ്റെയും കോസ്റ്റ് അനാലിസിസ് ചെയ്യുക, ഏതൊരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ നമുക്ക് വരുന്ന കോസ്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുക. അത് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നും പറയും. ബേസിക്കലി ഒരു പ്രൊജക്റ്റിന്റെ കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിന്റെ എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റും, ടൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, ഓഫീസ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, അങ്ങനെ ആ ഒരു ഇതിന്റെ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ പഠിക്കും. ഓക്കെ, ഓൾ ദ എലമെന്റ്സ് ഓഫ് പെർട്ടിക്കുലർ പ്രൊജക്ട്സ് കോസ്റ്റ് ഇസ് ബീങ് studied and we compare it with the benefit. ആ ഒരു സാധനത്തിന്റെ കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് ആ കോസ്റ്റും ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന റിട്ടേൺസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതൊരു കോസ്റ്റ് കൺട്രോൾ ടെക്നീക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വി നോ ദാറ്റ് ഒരു പ്രൊജക്റ്റ് നമുക്ക് ബെനിഫിഷ്യൽ ആണോ അല്ലയോ എന്ന് നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്. നമുക്കറിയാം അക്കൗണ്ടിങ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, പിന്നെ മാനേജറൽ അക്കൗണ്ടിങ് ഉണ്ട്. ഈ മാനേജറൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു സബ് ഡിവിഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ബേസിക്കലി എ ഫോം ഓഫ് മാനേജറൽ അക്കൗണ്ടിങ് ദാറ്റ് എയിംസ് ടു ക്യാപ്ചർ എ കമ്പനീസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ ആക്സസിങ് ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഫിക്സഡ് കോസ്റ്റ്. ബേസിക്കലി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാനേജറൽ അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ഫോമാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സാധനത്തിന്റെ കോസ്റ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ അതിനെ അക്കൗണ്ട് ചെയ്യുന്നു, അതിനെ പഠിക്കുന്നു. അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബേസിക്കലി യുവർ അക്കൗണ്ടിങ് ആൻഡ് ഹിയർ യുവർ അക്കൗണ്ടിങ് ഓൺലി ദ കോസ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന്റെയോ ബിസിനസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയോ പ്രൊജക്റ്റിന്റെയോ പ്രൊഡക്ഷന്റെയോ ഒക്കെ കോസ്റ്റ് മാത്രം പഠിക്കുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബേസിക്കലി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യാം, ആ കോസ്റ്റിനെ മാത്രം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നു. എത്ര കോസ്റ്റ് ആവുന്നു ഓരോ പ്രൊജക്റ്റിനും, ആ ഓരോ കോസ്റ്റിന്റെയും എന്താ പറയുക, ആയ കോസ്റ്റിന്റെ ഒക്കെ സബ് ഡിവിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നതിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് is used internally by management in order to make fully informed business decisions. Basically, it is a type of accounting that came into existence for internal use by management. Managers internal use-ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുക. അതൊക്കെ നമ്മൾ എക്സ്റ്റേണൽ പാർട്ടീസിനും കൂടി കൊടുക്കുന്നതാണ്, അല്ലെ? ബിസിനസ്സിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ആവശ്യമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, കോസ്റ്റ് ഷീറ്റ്, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ബേസിക്കലി മാനേജ്മെന്റിന് ഇന്റേണലി കോസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ബിസിനസ്സിന്റെ ഉള്ളിൽ ഒരു നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് എത്രയായി, എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ബേസിക്കലി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് അക്കൗണ്ടിങ് ഫോർ ദി കോസ്റ്റ്. ആ കോസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ കോസ്റ്റ് മാത്രം എടുത്തിട്ട് അതിനെ അക്കൗണ്ട് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ എല്ലാം കൺസിഡർ ചെയ്യും, അല്ലെ?
കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൻ അനാലിസിസിനെ നമ്മൾ ശരിക്കും കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അല്ലെങ്കിൽ CVP അനാലിസിസ് എന്ന് പഠിക്കും. സോ ദിസ് ഇസ് ബേസിക്കലി എ ടെക്നിക് which we use for identifying the relationship between cost, volume and profit in the business. നമ്മുടെ ബിസിനസ്സിലെ കോസ്റ്റും വോളിയം ഓഫ് പ്രൊഡക്ഷൻ എത്ര വോളിയം നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അതേപോലെ പ്രോഫിറ്റ്, ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് എലമെന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ CVP അനാലിസിസ് എന്ന് പറയാ. സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് ഇസ് റെഫേർഡ് ടു ആസ് CVP അനാലിസിസ്. ഓക്കെ, അത് നമ്മൾ ഗ്രാഫിക്കലി ഒക്കെ ചെയ്യാറുണ്ട്. ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുക, CVP ചാർട്ട് വരയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഇത് പഠിക്കുക. ഓക്കെ, ഒരു ബിസിനസിൻ്റെ ഉള്ളിലെ കോസ്റ്റും വോളിയം പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൻഡ് ദീസ് 3 എലമെന്റ്സ് ആർ ഇന്റർ റിലേറ്റഡ് അല്ലെ, വളരെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒരു സാധനത്തിന്റെ കോസ്റ്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷനും ഒക്കെ റിലേറ്റഡ് ആണ് അല്ലെ. എത്ര വോളിയം നമ്മൾ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും പലപ്പോഴും ആ സാധനത്തിന്റെ കോസ്റ്റ് അല്ലെ. ഈ 2 സാധനങ്ങളെയും ആശ്രയിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റ് അല്ലെ. ഒരു സാധനത്തിന്റെ കോസ്റ്റ് എത്രയായി, അത് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്തു, എത്ര വോളിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്തതനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അതേപോലെ എത്ര വോളിയം ഓഫ് സെയിൽസ് ഉണ്ടായി, അതും ആശ്രയിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ these 3 are highly interconnected and dependent elements. ഇതിനെ മൂന്നിനെയും പഠിക്കുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലെങ്കിൽ CVP അനാലിസിസ് എന്ന് പറയാം. സോ ഇറ്റ് ഇസ് കോൾഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ബിക്കോസ് ഈ CVP അനാലിസിസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ടു നോ ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ CVP അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ബ്രേക്ക് ഈവൻ ചാർട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് is said to be the point at which the company has no profit and no loss. അതായത് ഒരു കമ്പനിക്ക് ഒരു പ്രോഫിറ്റും ഇല്ല ഒരു ലോസും ഇല്ല. ആ ഒരു സിറ്റുവേഷൻ, അതായത് എത്ര വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് സെയിൽസ് നടത്തുമ്പോഴാണ് കമ്പനിക്ക് ലാഭം ഉണ്ടാവുന്നില്ല നഷ്ടം ഉണ്ടാവുന്നില്ല, ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് കമ്പനിക്ക് എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ എത്ര വോളിയം സെയിൽസ് ഉണ്ടാകുമ്പോഴാണ് കമ്പനിക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, ഒരു ന്യൂട്രൽ ആയിട്ട് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാണ്ട് കിട്ടുന്നത്, നമുക്ക് മുടക്കിയ കാശ് തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഏത് പോയിന്റിലാണ് എന്ന് പഠിക്കാൻ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ദിസ് ഇസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇസ് ബേസിക്കലി എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നോ അല്ലെങ്കിൽ ആക്ച്വലി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നോ നമ്മൾ ആ സാധനത്തിൻ്റെ കോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അതായത് മേ ബി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പെന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ മാനുഫാക്ചറിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പെന്നിന് ഇത്രയേ കോസ്റ്റ് ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യും. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾ എയിം ചെയ്യുന്നത് അത്രയും കോസ്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രിപ്പറേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അപ്ലൈയിങ് ദം ടു മെഷർ വേരിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അനലൈസിങ് ദം ടു മെഷർ വേരിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സാധനങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ നടത്തിയതിനു ശേഷം ആ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കും. അത് നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരുതരം ബഡ്ജറ്റ് പോലെ തന്നെ പക്ഷെ കോസ്റ്റിന്റെ മാത്രം എലിമെന്റ് എടുത്തിട്ട് എന്നുള്ളതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ബിസിനസ്സിലെ ഡിഫറെന്റ് ഏരിയയിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ എയിം. എന്നിട്ട് നമ്മൾ ആക്ച്വൽ വർക്ക് ചെയ്തതിന് ശേഷം ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് ഉണ്ടോ നോക്കുന്നതിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുക. സോ ദിസ് ഈസ് ഓൾസോ ബേസിക്കലി എ മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്. ഇനി അടുത്ത പറയുന്ന ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ എന്താ പറയുക, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കിൽ നമുക്കറിയാം ട്രഡീഷണൽ ടെക്നിക്സ് ആണ് നമ്മൾ പറയുന്നത്. ട്രഡീഷണൽ ടെക്നിക്കിൽ നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയിൽ, പിന്നെ കോസ്റ്റ് കൺട്രോൾ പറഞ്ഞു, കോസ്റ്റ് കൺട്രോളിന്റെ അടിയിൽ വരുന്ന ഡിഫറെന്റ് ടെക്നിക്സ് പറഞ്ഞു. ഇനി ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ ഫിനാൻസ്. ഓക്കെ, നമുക്ക് ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് വേണം. ഈ ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം.
അല്ലേ? ദ സോഴ്സ് ആൻഡ് യൂസ് ഓഫ് ഫിനാൻസ് ഹാസ് ടു ബി കൺട്രോൾ. ഏതൊക്കെ സോഴ്സ് നിന്നാണ് നമുക്ക് ഫണ്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. എവിടേക്കാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ആ ഫണ്ട് എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ there are number of techniques. കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട് ഫിനാൻഷ്യൽ കൺട്രോളിന്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ കൺട്രോളിന്റെ ഒരു ഭാഗമാണ്, ഒരു ടെക്നിക്കാണ് അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ കൺട്രോളിന്റെ ടെക്നിക്കാണ്. പക്ഷെ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ റേഷ്യോസ്. ഓക്കെ, so what is comparative financial statement? Comparative financial statement is actually a financial control tool. Financial control ഒരു tool ആണ് comparative financial statement. ഇത് they're basically financial statements that are useful for comparing the financial position of a company over many years. നമുക്ക് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കുറച്ച് കാലമായിട്ട് എത്രമാത്രം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനാണ് എന്ത് പറയാ, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം അത് പ്രിപ്പയർ ചെയ്യുക എങ്ങനെ? കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രണ്ടും ഉണ്ട്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഒരു 5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ മേ ബി ഒരു 6 കൊല്ലത്തെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 6 കൊല്ലമായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എലമെന്റ്സിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്താണ് എന്നറിയാൻ വേണ്ടി, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു 6 കൊല്ലമായിട്ട് വെദർ ദെയർ ഹാസ് ബീൻ ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അസെറ്റ്. ഓക്കെ, നമ്മുടെ അസറ്റുകൾക്ക് ഇൻക്രീസും ഡിക്രീസും സംഭവിച്ചിട്ടുണ്ടോ, ലയബിലിറ്റിക്ക് എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ നമ്മൾ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കഴിഞ്ഞൊരു 6 കൊല്ലത്തെ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ we can compare the various elements in profit and loss account. Profit and loss account ഉള്ള different elements നമുക്ക് കഴിഞ്ഞ ഒരു 6 കൊല്ലമായിട്ട് കമ്പയർ ചെയ്യാം. സെയിൽസ്, നമ്മുടെ സെയിൽസ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ റവന്യൂ, ഇത്തരം കാര്യങ്ങളൊക്കെ ഓവർ പീരിയഡ് ഓഫ് ടൈം എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന്. സോ ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബേസിക്കലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വന്നിട്ടുള്ള വ്യത്യാസം കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കൺട്രോളിന് ഫിനാൻഷ്യൽ റേഷ്യോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ, റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, റേഷ്യോ എന്ന് പറയാം. അപ്പൊ ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ it shows a relationship between 2 financial variable. 2 ഫിനാൻഷ്യൽ വേരിയബിൾ തമ്മിലുള്ള റിലേഷനെ പറയുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽസ്, പ്രോഫിറ്റ്, അസറ്റ്, ഇക്വിറ്റി, ഇതൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് പഠിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട് നമുക്ക്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ദാറ്റ് മെഷേഴ്സ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ ബിസിനസ്. ബിസിനസിന്റെ ഡിഫറെന്റ് ഏരിയകൾ മെഷർ ചെയ്യുന്ന എന്താ പറയുക, ഫിനാൻഷ്യൽ റേഷ്യോസ് നമ്മുടെ ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോസ് ഉണ്ട്. ഒരു ബിസിനസ് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ കൂടുതൽ നമ്മൾ പ്രോഫിറ്റും സെയിൽസും തമ്മിലോ അല്ലെങ്കിൽ പ്രോഫിറ്റും വേറെ ഏതെങ്കിലും 2 വേരിയബിളും തമ്മിലോ ഒക്കെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും പഠിക്കാം. അതുപോലെ ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോൾവൻസി റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ കൺട്രോളിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ബേസിക്കലി യൂസ് ചെയ്യുന്ന 2 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ റേഷ്യോസ്. Okay, so these are the traditional techniques that we use in controlling. Okay, traditional techniques in അടിയിലാണ് budgetary control വരുന്നത്, അതേപോലെ തന്നെ cost control വരുന്നത്, financial control വരുന്നത്.